ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് അധിക ദിവസമായി ഞാൻ വ്ളോഗൊക്കെ ഇട്ടിട്ട് വേറൊന്നുമല്ലായിരുന്നു, ഞാൻ കുറച്ച് തിരക്കായിരുന്നു. പിന്നെ അപ്പോൾ ഇത് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. കുറച്ച് 2-3 ദിവസത്തെ വ്ളോഗാണ്. ഇന്ന് ഇൻട്രോയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്ക് ഞാൻ ചെറിയ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ അവൻ്റെ കേക്ക് അങ്ങ് മുറിച്ചേക്കാന്ന് ഓർത്തു. ഇന്ന് അവൻ്റെ 6th ബർത്ത്ഡേ ആണ്. അപ്പം അതാണ്. പിന്നെ ഞങ്ങളുടെ ലൈഫിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അത് നടക്കാൻ പോവുകയാണ്. അപ്പം അത് ഞാൻ നടന്ന് കഴിഞ്ഞതിന് ശേഷം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാം. ദൈവം സഹായിച്ചാൽ അത് പെട്ടെന്ന് തന്നെ എല്ലാം ശരിയായി വരട്ടെ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ വ്ളോഗായിട്ട് ഇടാം കേട്ടോ, അതെന്താണെന്നുള്ളത്. പിന്നെ അപ്പം ഇതാണ് അവൻ്റെ കേക്ക് കേട്ടോ. കേക്ക് അവന് വായ്പൊടി കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞങ്ങൾ കട്ട് ചെയ്തിട്ട് ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് അവന് കൊടുത്തത്. പിന്നെ എല്ലാവർക്കും ഞാൻ കൊടുത്തു, കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഇത് വേറൊരു ദിവസത്തെ വ്ളോഗാണ്. അവനും അച്ഛനും കൂടി അവിടെ വാതിക്കയിലിരുന്ന് ഭയങ്കര സംസാരമായിരുന്നു. വായിൽ കൈവെക്കുന്നതിന് അച്ഛൻ അവനെ കളിയാക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ വീട്ടിലൊരു കിളി വന്ന് കൂടിട്ടിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, ആ കൂട്ടിൽ അത് 2 മുട്ട ഇട്ടിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതിവിടെ ഈ സൈഡിൽ തന്നെ ഉണ്ട് കേട്ടോ. എന്നെ കാണുമ്പോൾ ഉടനെ അങ്ങ് പറന്നു പോകും. എന്നിട്ട് അത് അവിടെ ഒരു പ്ലാവുണ്ട്, പ്ലാവിൻ്റെ അവിടെ പോയി അങ്ങ് ഇരിക്കും. നമ്മൾ മുട്ട എന്തെങ്കിലും തൊടുക എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ വരുവാണെങ്കിൽ ഓടി വന്നിട്ട് കൊത്താനായിട്ടൊക്കെ നോക്കും. 2 മുട്ടയുണ്ടായിരുന്നു. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള ഇതാണ്. ആ മുട്ട വിരിഞ്ഞു. ഒരു കുഞ്ഞേ ഉള്ളൂ, ഒരു മുട്ട കാണുന്നില്ല. ഇവിടെ മഴ പെയ്തായിരുന്നു, എനിക്ക് തോന്നുന്നു മഴവെള്ളം നിന്നിട്ട് അത് ചീഞ്ഞു പോയി കാണും ഒരു മുട്ട അങ്ങനെ, അല്ലെങ്കിൽ കാക്ക എടുത്തിട്ട് പോയിട്ടുണ്ടാവും. പിന്നെ ഇത് ഡിസംബർ 2-ാം തീയതിയിലുള്ള വ്ളോഗാണ്, അതായത് ഇന്നത്തെ വ്ളോഗാണ്. ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് 2-ാം തീയതി കേട്ടോ. ഇന്നത്തെ വ്ളോഗാണ്, ഇന്നെടുത്ത വീഡിയോ കേട്ടോ. ഡിസംബർ 2-ാം തീയതി ഞാൻ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചു. ഈ ക്രിസ്മസിൻ്റെ ക്രിബിൽ എല്ലാ സാധനവും, അതായത് ഈ പ്രതിമകളൊക്കെ ഇല്ലേ, അതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ആ വീടുണ്ടല്ലോ, ടവർ പോലത്തെ ഒരു വീട്, ആ വീട് കുപ്പിയാട്ടോ, ബോട്ടിലിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത കേട്ടോ. പേപ്പറൊക്കെ വെച്ചിട്ട് അത് ക്ലേ പോലെ ആക്കിയിട്ട് ഉണ്ടാക്കിയെടുത്ത. പിന്നെ ഇത് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതായിരുന്നേ. അതിൻ്റെ ആ ഒരു ആദ്യം ഉണ്ടാക്കിയതിൻ്റെ ഹൈറ്റിലുള്ളതായിരുന്നു. ഇതിപ്പോൾ ഇച്ചിരി വലിയ ഡോൾസ് എല്ലാം കുറച്ച് വലുതായിപ്പോയി. അപ്പോൾ അതിൻ്റെ അകത്ത് കൊള്ളുന്നില്ല. അപ്പോൾ അതിൻ്റെ റൂഫ് ഞാനങ്ങ് എടുത്ത് മാറ്റി. അത് കഴിഞ്ഞപ്പം ഇതെല്ലാവരെയും ഫിറ്റായി. പിന്നെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ ഒന്ന് വെച്ചു. പിന്നെ ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ കുറച്ചുകൂടി ഭംഗി കൂട്ടാനായിട്ട് അവിടെ ഇരുന്ന കുറച്ച് പ്ലാന്റ്സിൻ്റെ ഒരു ഫ്ലവർ വാസ് പോലെ കിട്ടുമല്ലോ, അതൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തു. അതൊക്കെ വെച്ച് അങ്ങ് സെറ്റ് ചെയ്തു. അപ്പം ഇതാണ് എൻ്റെ ക്രിസ്മസ് ക്രിപ്പ്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ടോ? ഇതിൽ നിങ്ങൾക്ക് ഏത് പ്രതിമയെ ഇഷ്ടപ്പെട്ടേന്നൊന്ന് പറയണേ. എനിക്കിഷ്ടപ്പെട്ടത് ആ ഫെയറി അല്ലല്ലോ, ഏഞ്ചലല്ലേ, അതിനെയാണ്. അതിനെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലേ. എനിക്കതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്കിയൊന്നും അത്ര ഭംഗി ഞാനുണ്ടാക്കിയതല്ലേ, അപ്പോൾ ഭംഗി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭംഗി ഉണ്ടായിട്ട് തോന്നുന്നു. നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നത്? നന്നായിട്ടുണ്ടോ അതോ കൊള്ളത്തില്ലയോ? എന്താണേലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.